ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഏണസ്റ്റ് അക്കാദമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ട്രിപ്ലി ആണ്. ബേസിക്സ് ഓഫ് ട്രിപ്ലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിനകത്ത് മൊഡ്യൂൾ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് ലാറ്ററൽ എൻട്രി എക്സാമിനേഷൻ അല്ലേ, അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എന്ന് പറയുന്ന നമ്മളെ ലെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ആദ്യത്തെ പോയിന്റാണ് കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ പഠിക്കുന്ന സമയത്ത്, ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന എക്സാം എന്ന് പറയുന്നത് എന്താണ്, ഒരു സാധാരണ രീതിയിലൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ് നമ്മൾ എഴുതി പോരുന്നത്. ഈവൻ നമ്മളിപ്പോൾ ചില ആളുകളൊക്കെ എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത്. അതായത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എങ്ങനെ വരുന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫറൻസ് ആണ് ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കേണ്ടത്. രണ്ടും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, അതിനകത്ത് നമുക്ക് കുറച്ച് എഴുതാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോരോ പോയിന്റുകളായിട്ട് നമ്മൾ എഴുതിയാൽ മതി. ഒന്നോ രണ്ടോ പോയിന്റുകൾ നമുക്ക് അതിൽ എന്ത് ചെയ്യാണ് നോക്കിയിട്ട് നമുക്ക് എഴുതി പോകാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ കൺസെപ്റ്റും വളരെ ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു പോകണം. കാരണം നമുക്ക് അറിയുന്നുണ്ടായിരിക്കും, നമ്മളൊരു എക്സാം എഴുതി അതിലൊരു ക്വസ്റ്റ്യൻ കണ്ട് 4 ഓപ്ഷൻ നമുക്ക് ആ മുന്നിൽ വരുന്ന സമയത്ത് അവിടെ നമുക്ക് എന്താ ഉണ്ടാവുക, ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ. ഈ എക്സാമിൽ ഓപ്ഷൻ പിക്ക് ചെയ്യുന്നത് നമ്മൾ എത്ര പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻസ് നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ആ ഡൗട്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ലിയർ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ അതിനാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമിൽ എന്ത് ചെയ്യുന്നത്, എക്സാം എഴുതി പഠിച്ച് നമ്മൾ എന്ത് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കി എക്സാം എഴുതി പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് കോമ്പറ്റീറ്റീവ് എക്സാം എഴുതി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ ബേസിക്സ് ഓഫ് ട്രിപ്ലി എന്ന് പറയുന്ന ഭാഗമാണ്. അതിനകത്ത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ആ ഒരു സിലബസിനകത്ത് നമുക്ക് വരുന്നത് എന്താണ്, മൊത്തമായിട്ട് ബാക്കിയുള്ള ബ്രാഞ്ചുകളുടെ കൂടെ തന്നെ, അതായത് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ, ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ, ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ്, ബേസിക്സ് ഓഫ് സിവിൽ, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ട് സിലബസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതിനകത്ത് നമുക്കൊരു 30 മാർക്സ് ആണ് എന്ത് ചെയ്യുന്നത്, 30 മാർക്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളെ ഈ ഒരു നമുക്ക് എന്തിൽ വരുന്നത്, ഈ ഒരു ഇതിനകത്ത് നമുക്ക് വരുന്നത് ഈ ഒരു സിലബസിനകത്ത് നമുക്ക് വരുന്നത് അല്ലെ, ഒരു 30 മാർക്സ് ആണ് വരുന്നത്. ഈ 30 മാർക്സിൽ നമ്മൾ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കൂടി കൂടിയിട്ടാണ് 30 മാർക്സ് എന്ന് പറയുന്നത്. മൊത്തം 6 മോഡ്യൂളുകളാക്കിയിട്ട് അല്ലെ, 6 മോഡ്യൂളുകൾ, അതായത് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കൂടി കൂടിയിട്ട് 6 മോഡ്യൂളുകൾ ഉണ്ടാവും. 3+3 എന്നുള്ള രീതിയിൽ 3 മോഡ്യൂൾ ഇലക്ട്രിക്കലിൽ നിന്നും 3 മോഡ്യൂൾ ഇലക്ട്രോണിക്സുമാണ്, കമ്മ്യൂണിക്കേഷനിൽ നിന്നുമാണ് വരുന്നുണ്ടാവും. അപ്പോൾ അതിൽ ആ 3 മോഡ്യൂളുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 15 മാർക്ക്. അപ്പോൾ ഈ ഒരു 15 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ബേസിക്സ് ഓഫ് ട്രിപ്ലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് 3 മോഡ്യൂളുകളായിട്ടാണ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ വളരെ ബേസിക്സ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി, അതായത് ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയാം കേട്ടോ. ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തെ മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ ശരിക്കും ഒന്നാമത്തെ മൊഡ്യൂളിനകത്ത് ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു കേൾക്കുന്ന കുറച്ച് വേർഡുകൾ ഉണ്ടാവും അല്ലെ. എന്തൊക്കെയാണ് അത്, കറന്റ്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു വേർഡായിരിക്കും ഓംസ് ലോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വളരെ ബേസിക്സ് ആണ്. വളരെ ബേസിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച് കണ്ടു വന്നിട്ടുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റിയുടെ ബേസിക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ ആറ്റം മുതൽ തുടങ്ങിയിട്ട്, ആറ്റത്തിലെ ഇലക്ട്രോൺ മുതൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഒന്നാമത്തെ മോഡ്യൂളിനകത്ത് പഠിക്കാനുള്ളതും ക്വസ്റ്റ്യൻസ് വരുന്നതും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നമുക്ക് ഏകദേശം ക്ലിയർ ആയി അല്ലേ. അപ്പൊ അറിയുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്താൽ മതി, എക്സാം എഴുതി എടുക്കാനുള്ളതൊന്ന് റീഫ്രഷ് ചെയ്തെടുത്താൽ മതി. ഇലക്ട്രിക്കൽ ബ്രാഞ്ച് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ, ട്രിപ്പിൾ ഓൾറെഡി ഡിപ്ലോമ കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമല്ല, അവർക്ക് വളരെ ബേസിക്സ് ആയിട്ട് അറിയാം. പക്ഷെ ബാക്കിയുള്ള ബ്രാഞ്ചുകൾ ഒന്ന് ജസ്റ്റ് പൊടിയെട്ടി എടുത്താൽ മതി, അവരും പഠിച്ചതാണ്, ഒന്ന് പൊടിയെട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാണ്, വളരെ ഈസി ആയിട്ട് മാർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഈ ഒരു മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 2 ആണെങ്കിലും മൊഡ്യൂൾ 3 ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. മൊഡ്യൂൾ 1നെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മറ്റ് ബ്രാഞ്ചുകളിലുള്ളവർക്കും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കൽ എഴുതി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിപ്പോൾ നമുക്ക് ഇലക്ട്രിക്കലുകാർക്കാണെന്നുണ്ടെങ്കിൽ മറ്റ് ബ്രാഞ്ചുകളും അങ്ങനെ കേട്ടോ, വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങുന്നത്, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്, നമുക്ക് ശരിക്കും ആറ്റം, ഫണ്ടമെന്റൽസ് ഓഫ് ആറ്റം തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആറ്റത്തിനുള്ളിൽ ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റത്തിനുള്ളിലുള്ള ഇലക്ട്രോൺസിന്റെ ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് അല്ലെ. ആറ്റത്തിനുള്ളിലുള്ള ഇലക്ട്രോൺസിന്റെ ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒരു ക്ലാസ് ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിൽ നമുക്ക് അതിലുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. എന്തായാലും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ആറ്റത്തിനുള്ള ആ ഒരു സബാറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ആണ് വരുന്നുണ്ടാവുക. അതിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോണിന് എന്താണ് നെഗറ്റീവ് ചാർജ് ആണെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ആറ്റം ഇലക്ട്രിക്കലി നോക്കുകയാണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ആ ഒരു ഇലക്ട്രോൺസിന്റെ ഫ്രീ ആയിട്ട് മൂവ്മെന്റ് അല്ലേ. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടക്ടർ, ഇൻസുലേറ്റർ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ആറ്റമൊക്കെ പറയാം കേട്ടോ. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകളിൽ പറയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, അതൊരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഭാഗങ്ങളിലൂടെ ആയിരിക്കും ഈ ഒരു ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. ആ ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ് ശരിക്കും നമ്മളെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഇലക്ട്രിസിറ്റിക്ക് ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺ എന്ന് നമുക്ക് പറയാം കേട്ടോ. ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റിയുടെ ഒരു മൂവ്മെന്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ആ ഒരു ഫ്ലോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും കറന്റ് പഠിക്കുമ്പോഴേ നമുക്ക് ശരിക്കും ഒരു വാട്ടർ ടാപ്പിലൂടെ ഒഴുകി വരുന്ന ഒരു വാട്ടർ, ഇപ്പൊ നമുക്ക് മഴ പെയ്യുന്നുണ്ട് അല്ലെ, ആ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഒഴുകി പോകുന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ഇപ്പൊ വെള്ളം ഒഴുകി പോകുന്ന ആ ഒരു വാട്ടർ ആണ് നമ്മൾ ശരിക്കും എന്ത് പറയുന്നത്, ഇലക്ട്രിക് കറന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് ഒഴുകി നടക്കുന്ന ഇലക്ട്രോൺസ് ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ ഒഴുകി നടക്കുന്ന ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ഒരു ചാർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രിക് കറന്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഫ്ലോ ഒഴുകി നടക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ കറന്റ് എന്നുള്ള ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കറന്റ് നമുക്ക് കിട്ടി. ഇനി കറന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആ ഒരു ഫ്ലോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് I എന്നാണ് കറന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ് ഇലക്ട്രിക്കലി ഡിനോട്ട് ചെയ്യുന്നത്. അതിനുള്ള ഒരു ഇക്വേഷൻ ആണ് dQ/dt. ഓടെ വിട്ടോട്ടെ, നമ്മൾ എന്തെടുത്താൽ മതി, Q/T എന്നുള്ള ഇക്വേഷൻ മാത്രം നമ്മൾ എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇലക്ട്രിക് കറന്റ് I is equal to Q/T എന്ന് എടുക്കാം. Q/T എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസിന്റെ ഒരു ഫ്ലോ ആണ് അല്ലെ, ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിലുള്ള ഫ്ലോ ആണ്. ഇപ്പൊ ഈ ഫ്ലോ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം, നമ്മളിപ്പോൾ വെള്ളം ഒഴുകുകയാണെന്നുണ്ടെങ്കിലും ഒരു ടൈം അല്ലെ, ഒരു പർട്ടിക്കുലർ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത്രത്തോളം അതിലൂടെ വന്നു നമ്മൾ നോക്കുക. അപ്പൊ നമ്മളൊരു വണ്ടി ഓടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് എത്രത്തോളം പോയി എന്നുള്ള ഒരു മൂവ്മെന്റ് എത്രത്തോളം ഉണ്ട് നോക്കുന്നത് അല്ലെ. അപ്പൊ ഫ്ലോ ചെയ്യുന്ന ഒരു വസ്തു ആവുന്നതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ടൈം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ സാധനത്തെ നോക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രിക് ചാർജിന്റെ ഫ്ലോ ആണെന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ചാർജ് എത്ര സമയത്തേക്ക് ഫ്ലോ ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മളവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇലക്ട്രിക് ചാർജിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് Q എന്ന് പറയുന്നത്. ആ Q ഇലക്ട്രിക് ചാർജ് എന്ന് Q എന്ന് പറയുന്നത് ആ Q എത്ര സമയത്തേക്ക് അവിടെ എന്ത് ചെയ്തു, ഫ്ലോ ചെയ്തു. അതാണ് I is equal to Q/T എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന I is equal to Q/T എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. Q/T എന്ന് പറയാൻ കാരണം എന്താണ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന്റെ അല്ലെങ്കിൽ ചാർജിന്റെ ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിലേക്കുള്ള ഫ്ലോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ Q/T വെച്ചിട്ട് എഴുതിയത് അല്ലെ. അപ്പൊ Q/T എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ ടൈം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, എത്തി. ഇനി ഇതിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ഏതാണ്, ആംബിയർ ആണ് ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് നമുക്ക് അറിയണം. നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാം, യൂണിറ്റ് ഒക്കെ ചോദിക്കാം. അപ്പൊ ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ഏതാണ്, ആംബിയർ ആണ് അല്ലെ. നമ്മൾ SI യൂണിറ്റ് പ്രകാരം ശരിക്കും ഒരു SI യൂണിറ്റിയുടെ ഫണ്ടമെന്റൽ യൂണിറ്റിൽ വരുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, അതിന്റെ യൂണിറ്റ് എന്താണ്, ആംബിയർ ആണ് വരുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ്, ഇലക്ട്രിക് കറന്റ് നമുക്ക് മെഷർ ചെയ്യണം അല്ലെ. ഇലക്ട്രിക് കറന്റ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ അതിനുപയോഗിക്കുന്ന ഡിവൈസ്, അതിനുപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് എന്ത് പറയുന്നത്, അമ്മീറ്റർ. ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് എന്ത് പറയുന്നത്, അമ്മീറ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അമ്മീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനൊപ്പം അതിലൊരു പോയിന്റും കൂടി ഉണ്ട്, നമ്മളൊരു സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ് അമ്മീറ്റർ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അമ്മീറ്റർ കൊടുക്കുക എന്നുള്ളത്. അത് അവിടെ നിന്നോട്ടെ. കാരണം നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ നമ്മളൊരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു വാട്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ എടുക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ വെള്ളം ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലോ ചെയ്യുന്ന സാധനത്തെ നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു പൈപ്പാണെന്ന് എടുക്കാം. ഈ പൈപ്പിലൂടെ ഒരു വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാട്ടറിനെ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പൈപ്പിനെ മുറിച്ച് നമ്മൾ ഇവിടെ ഒരു മീറ്റർ കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഫ്ലോ ചെയ്യുന്ന സാധനത്തെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് കറണ്ടും. കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മളുള്ള ഒരു കണ്ടക്ടർ, ഇപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വയറുകളിലൂടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് അല്ലേ. ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ കറണ്ട് നമ്മൾ മെഷർ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് നമ്മൾ എങ്ങനെ കൊടുക്കേണ്ടി വരും, അവിടെ ആ ഒരു വയറിനെ കട്ട് ചെയ്ത് അതിനുള്ളിലായിട്ട് ഇൻസ്ട്രുമെന്റ് കൊടുക്കേണ്ടി വരും അല്ലേ. അങ്ങനെ കൊടുക്കുന്ന ആ ഒരു മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ചെയ്യാണ്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓർത്ത് വെച്ചാൽ മതി, അമ്മീറ്റർ എന്ന് പറയുന്ന സാധനം എന്താണ്, കറന്റിനെ മെഷർ ചെയ്യാനുള്ളതാണ്. കറന്റിനെ മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഫ്ലോ ചെയ്യുന്ന ഫ്ലോയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അത് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഫ്ലോ ചെയ്യുന്ന ഡിവൈസിനെ കട്ട് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേസ് ചെയ്യേണ്ടി വരിക. ആ പ്ലേസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്, അങ്ങനെ പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സീരീസ് ആയിട്ടുള്ള പ്ലേസ്മെന്റ്. ആ ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അമ്മീറ്റർ കൊടുക്കുന്നുണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ കറണ്ട് എന്താണ് നമ്മൾ പറഞ്ഞു, അമ്മീറ്റർ എന്താണെന്നുള്ളതും പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു കറണ്ടിന്റെ ഫ്ലോ ആണ്. അപ്പൊ സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞു, ഇലക്ട്രോൺസിന്റെ ഫ്ലോയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറന്റിന്റെ ഫ്ലോ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇലക്ട്രോൺസിന്റെ ഫ്ലോയാണ് നമ്മൾ കറന്റിന്റെ ഫ്ലോ ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ ഇലക്ട്രോൺസിന്റെ ഫ്ലോ എന്ന് പറയുമ്പോഴേ, ഇനി അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇലക്ട്രോൺസ് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് നമുക്ക് ഒരു നെഗറ്റീവ് ഭാഗത്ത് നിന്നും പോസിറ്റീവ് ഭാഗത്തിലേക്കായിരിക്കും ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ഇലക്ട്രോൺസിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കായിരിക്കും. അപ്പൊ അതിന് നമുക്ക് ഇലക്ട്രോൺ കറന്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഇലക്ട്രോൺ കറന്റ് എന്ന് പറയാം. അപ്പൊ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന അവിടെ നിന്നാണ്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണെങ്കിൽ നമ്മളെ കറന്റ് എപ്പോഴും നമ്മൾ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്നാണ് പറയാം. അപ്പൊ കറന്റ് എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, ഞാൻ പറയാം എങ്ങനെയാണ് ആ ഒരു പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് വരാനുള്ള കാരണം എന്താണെന്ന് പറയാം. എപ്പോഴും നമ്മൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്നാണ് പറയാം. അപ്പൊ അത് രണ്ടും ഒരു മിസ്മാച്ച് വന്നു അല്ലെ. കറന്റ് ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കും, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കും. നേരെ തിരിച്ചും പറഞ്ഞ എന്താണ്, ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് കറന്റ് എന്നും പറഞ്ഞു. അപ്പൊ അവിടെ ശരിക്കും ഒരു മിസ്മാച്ച് വന്നു. അപ്പൊ അതിനെ നമ്മൾ രണ്ട് പേരായിട്ട് വിളിക്കുന്നുണ്ട്. അതായത് ഇലക്ട്രോൺസിന്റെ ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോൺ കറന്റ് എന്ന് വിളിക്കും. അവിടെ നിന്നോട്ടെ, ഇലക്ട്രോൺ കറന്റ് എന്ന് പറയുന്ന സാധനം അവിടെ നിന്നോട്ടെ. ഇനി നമ്മൾ എടുക്കുന്ന ആ ഒരു കറന്റിന്റെ ഫ്ലോ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ സാധാരണ ഒരു സർക്യൂട്ടൊക്കെ എടുത്തിട്ട് അവിടെ നമ്മൾ എടുക്കുന്ന ആ ഒരു കറന്റിന്റെ ഫ്ലോ ഉണ്ടല്ലോ, ആ കറന്റിന്റെ ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേര് കൺവെൻഷണൽ കറന്റ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഈ കൺവെൻഷണൽ കറന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഇനി അങ്ങോട്ട് യൂസ് ചെയ്യുക. ഇപ്പൊ ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു കൺവെൻഷണൽ കറന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെടുക്കുന്നത്. ഈ കൺവെൻഷണൽ കറന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ എങ്ങനെ കൺവെൻഷണൽ കറന്റ് വരിക, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഫ്ലോ ചെയ്യുന്നു, അല്ല എന്നുണ്ടെങ്കിൽ ഫേസിൽ നിന്നും ന്യൂട്രലിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹയർ പൊസിഷനിൽ നിന്നും ലോവർ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പൊ നമുക്കൊരു പോയിന്റ് അവിടെ കിട്ടി. എന്താണ്, ഹയർ പൊസിഷനിൽ നിന്നും ലോവർ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലെ. നമ്മൾ രണ്ട് ബീക്കറിലൊക്കെ ആയിട്ട് വെള്ളം എടുത്തിട്ട്, അല്ലെങ്കിൽ രണ്ട് കുപ്പിയിലായിട്ട് വെള്ളം എടുത്തിട്ട്, ഈ രണ്ട് കുപ്പിയുടെ രണ്ട് താഴെ ഭാഗം എന്ത് ചെയ്തു, രണ്ട് ഹോൾ ഇട്ടിട്ട് അതിലൊരു പൈപ്പ് ഇട്ടിട്ട് രണ്ട് കുപ്പിയിൽ, അതിൽ ആദ്യത്തെ കുപ്പിയിൽ കുറച്ച് ഫുള്ളായിട്ട് വാട്ടർ നിറച്ചു, രണ്ടാമത്തെ കുപ്പി ഫ്രീ ആയിട്ട് കിടക്കാണ്. ഇപ്പൊ എന്താ സംഭവിക്കുക, ആ ഫുള്ളായിട്ട് നിൽക്കുന്ന വാട്ടറിന് എന്ത് ചെയ്യും, താഴെയുള്ള ആ ഒരു അല്ലെങ്കിൽ അടുത്ത കുപ്പിയിലേക്ക് എന്ത് ചെയ്യും, വെള്ളം ഫ്ലോ ചെയ്ത് തുടങ്ങും അല്ലെ. അപ്പൊ അതിൽ ഒന്നിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു, രണ്ടാമത്തിൽ എന്ത് ചെയ്യാണ്, വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പൊ രണ്ടും എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്ത് ഒരു ഈക്വൽ, ഒരു ബാലൻസിങ് ആവുന്നത് വരെ എന്ത് ചെയ്യും, ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് കറന്റും. കറന്റ് എപ്പോഴും എന്തായിരിക്കും, ഒരു ഹയർ പൊസിഷനിൽ നിന്നും ലോവർ പൊസിഷനിലേക്ക് ഫ്ലോ ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ഈ ഒരു കൺവെൻഷണൽ കറന്റിന്റെ ഫ്ലോ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കുക, കറന്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും. എവിടെയെങ്കിലും നമ്മളോട് ഇലക്ട്രോൺസിന്റെ ഫ്ലോ എങ്ങനെ ആയിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, അത് ഓർത്ത് വെക്കേണ്ട, ചോദിക്കുകയാണെങ്കിൽ മാത്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. കറന്റിന്റെ ഫ്ലോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എഴുതുന്നത് എന്താണ്, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. അതായത് കൺവെൻഷണൽ കറന്റ് ആണ് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുള്ളൂ, അത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ കൂട്ടുകാർ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കറന്റ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക.
ഇനി ആ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ചാർജിന്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു അല്ലെ. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ അതാണ് പറഞ്ഞു, അതിനൊരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, I is equal to എന്താണ് Q/T, അതായത് ഇലക്ട്രിക് ചാർജ് എത്ര സമയത്തേക്ക് ഫ്ലോ ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നതെന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സബാറ്റോമിക് പാർട്ടിക്കിള് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ആ സബാറ്റോമിക് പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന ഒരു ഫോഴ്സ്, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രിക് ചാർജ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് Q is equal to I into T കേട്ടോ. പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് Q is equal to കറന്റ് ഇൻറ്റു ടൈം. നമ്മൾ ഈ ഒരു ഇക്വേഷൻ നിന്ന് കിട്ടിയിട്ടുള്ള തന്നെയാണ് അല്ലെ. ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നതാണ് Q is equal to I into T, കറന്റ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു യൂണിറ്റ്, കറന്റിന്റെ യൂണിറ്റ് എന്താ, ആംബിയർ ആണ്. ആൻഡ് ഈ ടൈമിന്റെ യൂണിറ്റ് എന്താ, സെക്കൻഡ് ആണ് അല്ലെ. ആംബിയർ സെക്കൻഡ് എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു യൂണിറ്റ് നമ്മൾ കൂളോം എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതും കൂടി ഓർത്ത് വെക്കുക. ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് എന്താണ്, അതിന്റെ ഇക്വേഷൻ എന്താണ്, I into T ആണ്. ചാർജിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത് കൂളോം. ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത് കൂളോം ആണ് നമ്മൾ എന്ത് ചെയ്യുക, പറയാൻ വേണ്ടി പറയുന്നത് കേട്ടോ. യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആംബിയർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമ്മൾ പഠിച്ചു, കൂളോം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പഠിച്ചു. ആംബിയർ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറന്റിന് വേണ്ടിയിട്ടായിരുന്നു, കൂളോം എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക് ചാർജിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി കറണ്ട് എന്താന്ന് പറഞ്ഞു അല്ലെ, കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സാധനം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് ചാർജ് ഉണ്ട്. ഈ ഇലക്ട്രിക് ചാർജിനെ മൂവ് ചെയ്യുമ്പോൾ അല്ലെ, മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഹയർ പൊസിഷനിൽ നിന്നും ലോവർ പൊസിഷനിലേക്ക്, അതാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ആ മൂവ് ചെയ്യുന്നത് ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് അതിന് മൂവ് ചെയ്യുന്നത്, മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, വർക്ക് ഡൺ ബൈ ചാർജ് എന്ന് പറയുന്ന ഇക്വേഷൻ കേട്ടോ. വർക്ക് ഡൺ ബൈ ചാർജ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വർക്ക് അല്ലെ. നമ്മളിപ്പോൾ ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും വെറുതെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യോ, എവിടെയെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യോ, ഇല്ല. നമ്മൾ എന്ത് സാധനം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഒരു വർക്ക് ഉണ്ടാവണം അല്ലെ. നമ്മൾ ആ വർക്ക് ഉണ്ടാവുമ്പോൾ മാത്രമേ ആ സാധനം മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത് നമ്മൾ വർക്ക് ഡൺ ഡിവൈഡ് ബൈ ചാർജ് എന്ന് പറഞ്ഞിട്ടാണ് കണ്ടുപിടിക്കുക. ഈ വർക്ക് ഡണ്ണിനെ നമ്മൾ ജൂള്, ആൻഡ് ചാർജിനെ നമ്മൾ എന്ത് വിളിക്കാം, നമ്മൾ കൂളോം എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ ജൂൾ പെർ കൂളോം എന്ന് പറയുന്നതാണ് നമ്മളെ യൂണിറ്റ് ആയിട്ട് വരാം. അതിന്റെ മറ്റൊരു യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജൂൾ പെർ കൂളോം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്, വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്കൊരു ക്ലിയർ ആയി അല്ലെ, വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബോഡി ചാർജഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ഡൺ ആണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാവുക, ആ ഒരു സ്റ്റോർഡ് ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ ആ ഒരു ബോഡിയിൽ ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഈ സ്റ്റോർ ചെയ്ത് വെച്ച ചാർജിന് എന്ത് ചെയ്യണം, മൂവ് ചെയ്യിക്കണം. ആ മൂവ് ചെയ്യിക്കുന്നതിന് ഉണ്ടാവുന്ന വർക്ക് ഡൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിട്ട് എടുക്കുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ദ കപ്പാസിറ്റി ഓഫ് എ ചാർജ്ഡ് ബോഡി ടു വർക്ക്, ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇത്രയൊക്കെ പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ അത് എന്താണ് ഒരു പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ടാങ്കിലെ വെള്ളത്തൊക്കെ നമുക്ക് പറയാം അല്ലെ, അതൊക്കെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് എടുക്കുന്നത്. മെക്കാനിക്കലി നമ്മൾ നോക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു ഹൈറ്റിൽ നിൽക്കുന്ന ഒരു സാധനത്തെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഹയർ പൊസിഷനിൽ നിൽക്കുന്ന ആ ഒരു ചാർജിന് എന്ത് ചെയ്യാണ്, ഒരു വർക്ക് ചെയ്തിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത് കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി നിൽക്കുന്ന ഒരു ഭാഗത്ത് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് കറണ്ട്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ കറണ്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വേണം അല്ലെ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലേ കറണ്ട് എന്ത് ചെയ്യുള്ളൂ, മൂവ് ചെയ്യുള്ളൂ. അപ്പൊ കറണ്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ സംടൈംസ് വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് വോൾട്ടേജ്. സംടൈംസ് അല്ല, നമ്മൾ എപ്പോഴും പറയും എന്താണ് പറയാ, വോൾട്ടേജ് എന്നാണ് പറയാ കേട്ടോ. ആ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വോൾട്ടേജ്. അതിന്റെ യൂണിറ്റ് ആണ് നമ്മൾ എന്ത് പറഞ്ഞത്, വോൾട്ട് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി, പൊട്ടൻഷ്യൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പൊട്ടൻഷ്യൽ ആ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹയർ പൊസിഷനിൽ ലോവർ പൊസിഷനിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹയർ പൊസിഷനും ലോവർ പൊസിഷനും ഉണ്ടായിരിക്കും. ഈ ഹയർ പൊസിഷനും ലോവർ പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ശരിക്കും എന്ത് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ വോൾട്ടേജ് ആയിട്ട് ഒന്നും കൂടി കൺസെപ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
വോൾട്ടേജ് ആയിട്ട് എടുക്കുന്നത്. അതായത് ഒരു ഹയർ പൊസിഷൻ ഒരു പോസിറ്റീവും ഒരു ലോവർ പൊസിഷൻ നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ ഈ ഹയർ പൊസിഷനും ലോവർ പൊസിഷനും തമ്മിലുണ്ടാവുന്ന ഡിഫറൻസ്, ഇപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് ഉണ്ട് ഒരു നെഗറ്റീവ് ഉണ്ട് അല്ലേ. ഒരു ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ, ബാറ്ററിയുടെ മേലെ ഭാഗം ഒരു പോസിറ്റീവ് ഉണ്ട് ഒരു നെഗറ്റീവ് ഉണ്ട്. ആ മേലെ ഭാഗത്തുള്ള പോസിറ്റീവും താഴെ ഭാഗത്തുള്ള നെഗറ്റീവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ അതിലെ വോൾട്ടേജ് എന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുള്ളൂ, ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പൊ ഇലക്ട്രിക് കറന്റ് എന്ത് ചെയ്യാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കറന്റ് ഫ്ലോ ചെയ്യുള്ളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല, കറന്റ് ഫ്ലോ ചെയ്യില്ല എന്നുള്ള കൺസെപ്റ്റ് കൂടെ അവിടെ ഓർത്ത് വെക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല, കറന്റ് ഫ്ലോ ചെയ്യില്ല. ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുപ്പി എടുത്തു. കുപ്പി എന്ത് ചെയ്തു, ഒന്നിൽ ഫുൾ വാട്ടർ നിറച്ച് വെച്ചു, രണ്ടാമത്തേന് എന്ത് ചെയ്തു, വെള്ളം കുറച്ച് വെച്ചു അല്ലെ. എന്നിട്ട് അത് രണ്ട് പൈപ്പ് വെച്ചിട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് കണക്ട് ചെയ്തു. കണക്ട് ചെയ്ത സമയത്ത് എന്ത് ചെയ്യാണ്, ഈ ഫുള്ളായിട്ട് നിൽക്കുന്ന വാട്ടർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ജസ്റ്റ് ആ ഒരു എംപ്റ്റി ആയിട്ട് നിൽക്കുന്ന ബോട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അത് എപ്പോൾ വരെ ഫ്ലോ ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്, രണ്ടും ഈക്വൽ ആവുന്നത് വരെ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ അല്ലെ. ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നീട് ഫ്ലോ ചെയ്യോ ഇല്ല. അപ്പോൾ ഈക്വൽ ആവുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ ഫുൾ വാട്ടർ ആയിരുന്നു, രണ്ടാമത്തിൽ എന്ത് ചെയ്യുന്നു, എംപ്റ്റി ആയിരുന്നു. അപ്പൊ രണ്ടും തമ്മിലൊരു ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടായിരുന്നു. ആ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ആ ഒരു വാട്ടർ ലെവലിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് കൊണ്ടാണ് വാട്ടർ അതിലേക്ക് ഫ്ലോ ചെയ്തത്. അത് തന്നെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ കൺസെപ്റ്റിലും പറയുന്നത്. ഒന്ന് ഹയർ ലെവലിൽ നിൽക്കായിരുന്നു, ഒന്ന് ലോവർ ലെവലിൽ നിൽക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു, ഫ്ലോ ചെയ്തു. അപ്പൊ ഈ ഫ്ലോ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, അതായത് രണ്ട് ബോട്ടിലും ഒരുപോലെ വാട്ടർ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഫ്ലോ അവിടെ ക്യാൻസൽ ആവും അല്ലെ. പിന്നീട് ഫ്ലോ ഉണ്ടാവില്ല, അത് അവിടെ ഈക്വൽ ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യും, ഈ ഒരു ഇലക്ട്രിക് കറന്റിന്റെ ഭാഗത്തും വരും. അങ്ങനെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ഒരു കൺസെപ്റ്റ്, അവിടെ ഒരു സോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് എല്ലാ സമയത്തും എന്ത് ചെയ്യാണ്, ഈ ഒരു ലെവൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ സോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത്. അപ്പൊ എന്താ സോഴ്സ് വെച്ച് എന്താ സംഭവിക്കുക, ഈ വെള്ളത്തിന്, അതായത് നമ്മളെ എംപ്റ്റി ആയിട്ട് നിൽക്കുന്ന ടാങ്കിലേക്ക് ഇപ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ട് നിൽക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിന് എന്ത് ചെയ്യും, ആ എംപ്റ്റി ആയിട്ട് നിന്നിരുന്ന രണ്ടാമത്തെ ബോട്ടിൽ നിന്നും ആ വെള്ളത്തിന് വീണ്ടും എന്ത് ചെയ്യും, നമ്മളെ മറ്റേ ബോട്ടിലേക്ക്, അതായത് നമ്മൾ ആദ്യം ഫുള്ളായിട്ട് നിന്നിരുന്ന ആ ബോട്ടിലേക്ക് വീണ്ടും എന്ത് ചെയ്യും, ഈ വെള്ളത്തിന് ഒന്നുകൂടി ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുക എന്താ സംഭവിക്കുക, ഈ വെള്ളം വീണ്ടും ആ ഫുൾ ആയിട്ടുള്ള ടാങ്കിലേക്ക് വരും, അല്ലെങ്കിൽ ആ ഒരു ബോട്ടിലേക്ക് വരും. ആ ബോട്ടിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും, എംപ്റ്റി ആയിട്ടുള്ള ബോട്ടിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ ആയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു സോഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ആ സോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ശരിക്കും ഒരു ഫോഴ്സ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നാണ്. ഇപ്പൊ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ശരിക്കും അവിടെ ഇലക്ട്രോൺസിനെ ഇങ്ങനെ തള്ളി വിടുകയാണ് അല്ലെ. ആ ഒരു ഫോഴ്സ് ഒന്ന് കൂടി ഓർത്ത് വെച്ചാൽ മതി. ഇലക്ട്രോൺസിനെ ഇങ്ങനെ തള്ളി വിടുകയാണ്, ആ ഒരു കറന്റ് ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോൺസിനെ ഇങ്ങനെ തള്ളി വിടുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അതെന്താണ്, ആ ഒരു ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇനീഷ്യലി നമുക്ക് എന്ത് പറയാം, ഒരു ഇലക്ട്രിക് സോഴ്സ് ആയിട്ട് വിളിക്കാം. ഇലക്ട്രിക് സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, സാധാരണ നമ്മളിപ്പോൾ ഒരു ബൾബ് എടുത്തിട്ട് ജസ്റ്റ് അതിലേക്ക് 2 വയർ കൊടുത്ത് നമ്മൾ പ്ലഗിൽ എടുത്ത് സ്വിച്ച് ഇട്ടാലേ എന്ത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ ആ ബൾബ് കത്തുന്നുള്ളൂ അല്ലെ. അപ്പൊ ആ ബൾബ് കത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിലേക്ക് ഇലക്ട്രിസിറ്റി എത്തണം. അപ്പൊ ഇലക്ട്രിസിറ്റി എത്തണം എന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി, ഇപ്പൊ ബാറ്ററി ആണെങ്കിൽ ബാറ്ററി ഒരു സോഴ്സ് ആണ്, ജനറേറ്റർ ആണെങ്കിൽ ജനറേറ്റർ ഒരു സോഴ്സ് ആണ്. അവിടെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഭാഗമായിട്ട് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു സോഴ്സ് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആയിട്ട് പറയുന്നത്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമ്മൾ എന്ത് പറഞ്ഞു, വോൾട്ടേജ് എന്ന് പറഞ്ഞു. അതിന് നമ്മൾ വോൾട്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. വോൾട്ട് എന്നാണ് അതിന്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ഈ വോൾട്ട് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് പാരലൽ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പാരലൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ അത് സീരീസ് ആയിട്ടാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. കറന്റ് ഫ്ലോ ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇപ്പൊ ഈ വോൾട്ടേജിന്റെ കൺസെപ്റ്റ് നോക്കുമ്പോഴേ ഒരു ഹയർ പൊസിഷൻ ഉണ്ട്, ഒരു ലോവർ പൊസിഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഹയർ പൊസിഷനും ലോവർ പൊസിഷനും തമ്മിലുള്ള വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഹയർ പൊസിഷനിലും കൊടുക്കണം, ലോവർ പൊസിഷനിലും കൊടുക്കണം. എന്നിട്ട് അതിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വോൾട്ട് മീറ്റർ കൊടുക്കേണ്ടത്.
അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്, പാരലൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. വോൾട്ടേജ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹയർ പൊസിഷനിലും ലോവർ പൊസിഷനിലും അക്രോസ് ആയിട്ടാണ് മെഷർ ചെയ്യേണ്ടത്. അപ്പൊ ബാറ്ററി കണ്ടില്ലേ, ബാറ്ററിയിലെ വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബാറ്ററിയുടെ ആ ഒരു മേലെ നിൽക്കുന്ന ഭാഗവും താഴെ നിൽക്കുന്ന ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗം തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുക, വോൾട്ടേജ് മെഷർ ചെയ്യുക. അപ്പൊ ആ ബാറ്ററിക്ക് പാരലൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വോൾട്ട് മീറ്റർ അവിടെ കണക്ട് ചെയ്യുന്നത് അല്ലേ. അതായത് ബാറ്ററി ഇപ്പൊ നമ്മൾ സെല്ല് അല്ലെങ്കിൽ ബാറ്ററി നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിയിൽ ഇതാണ് നമ്മൾ ഹയർ പൊസിഷൻ പോസിറ്റീവ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മൾ നെഗറ്റീവ് പൊസിഷൻ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതുപോലെയാണ് ഒരു വോൾട്ട് മീറ്റർ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക അല്ലെ. വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. അപ്പൊ ഇതെന്താണ്, ഈ ബാറ്ററിക്ക് അല്ലെങ്കിൽ ഈ സെല്ലിന് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുക, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് പറയാം. അപ്പൊ അതാണ് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ പാരലൽ ആയിട്ടാണ് കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടോ, പാരലൽ. അപ്പൊ ആ കൺസെപ്റ്റ് രണ്ടും ഓർത്ത് വെക്കുക. അമ്മീറ്റർ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി സീരീസ് ആയിട്ടാണ് കൊടുക്കുന്നത്. വോൾട്ട് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പാരലൽ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നൊക്കെ പറഞ്ഞു അല്ലെ. അതിനൊരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടായാൽ മതി, അത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തു, ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നോളും. EMF ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അവിടെ എന്താണോ നമുക്ക് അതിൽ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഇലക്ട്രിക് സോഴ്സ് ഉപയോഗിക്കാനുള്ള ഭാഗം അത് വർക്ക് ചെയ്യും ചെയ്തോളും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ ഉണ്ടാവും. പക്ഷേ എന്ത് ഫ്ലോ ആണെന്നുണ്ടെങ്കിലും അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ വെള്ളം ഒഴുകുകയാണെങ്കിൽ പോലും അതിനെ ഒപ്പോസ് ചെയ്യുന്നത്, ഇപ്പൊ മണ്ണിലൂടെ വെള്ളം ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ മഴ പെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു വെള്ളം ഒഴുകുന്ന സമയത്ത് അവിടെ ഇവിടെ തട്ടി നമുക്ക് ആ ഒരു ഒപ്പോസ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ടാവും ഒരിക്കലേ, കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് മണ്ണിലൂടെ തന്നെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് കുറച്ച് എന്ത് ചെയ്യും, മണ്ണിലേക്ക് ഇറങ്ങുന്നുണ്ടായിരിക്കും. അങ്ങനെ ആ ഉള്ള ഒരു ഭാഗത്ത് ആ ഒരു ഒപ്പോസിഷൻ ഉണ്ടായിരിക്കും. ആ ഒപ്പോസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഒപ്പോസിഷൻ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ഇലക്ട്രിക് കറന്റിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയെ നമുക്ക് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് റെസിസ്റ്റൻസ് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തെ ഒപ്പോസ് ചെയ്യാണ്, അതിന്റെ യൂണിറ്റ് ആയിട്ട് ഓം ആണ് വരുന്നുണ്ടാവുക. 1 കിലോ ഓം എന്ന് പറയുന്നത് 10⁻³ ഓംസ് ആണ് വരിക. 1 മെഗാ ഓം എന്ന് പറയുന്നത് 10⁻6 ഓംസും ആണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അത് യൂണിറ്റ് ആയിട്ട് കൺവേർഷൻ കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാലേ അപ്പൊ അതിന് നമുക്ക് റെസിസ്റ്റൻസ് ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് അത് നല്ലതല്ലേ എന്നുള്ള കരുതുന്നുണ്ടാവും. പക്ഷെ ഈ റെസിസ്റ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വളരെ കൂടുതലായിട്ടുള്ള കറണ്ട്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ കൂടുതലായിട്ടൊരു കറണ്ട് എന്ത് ചെയ്യും, അതിലൂടെ ഫ്ലോ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും കറണ്ട് അല്ലെങ്കിൽ അതിൽ അത്രയും ഹൈ ആയിട്ടുള്ള ഒരു കറണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും എന്താണ്, സർക്യൂട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് നമുക്ക് ഒരു സർക്യൂട്ടിൽ ഏറ്റവും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കലിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് അല്ലെ. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സാധനമാണ്. കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ ഫ്ലോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അതിനെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള EMF തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോൾട്ടേജ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് പറയുന്നത്. ആ ഫ്ലോ ചെയ്യുന്ന കറന്റിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഭാഗത്തെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്, ഓം മീറ്റർ എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര്. കെവിൻ ബ്രിഡ്ജ്, വീസ്റ്റോൺ ബ്രിഡ്ജ്, മെഗർ തുടങ്ങിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ, മാച്ച് ദ ഐറ്റം ലിസ്റ്റ് 1 to ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ അല്ലേ. നല്ല ക്വസ്റ്റ്യൻ അല്ലേ, നമ്മളിപ്പോ പഠിച്ച ഒരു കാര്യമാണ്. കറന്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്ന് ലിസ്റ്റ് 1 കറന്റും പൊട്ടൻഷ്യൽ ഡിഫറൻസും റെസിസ്റ്റൻസും ഉണ്ട്. ലിസ്റ്റ് 2 എന്താണ്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, അതായത് വോൾട്ട്, ഓം, ആംബിയർ, കൂളം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യൂണിറ്റ് ആണ് അല്ലെ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതിന്റെ യൂണിറ്റും ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇലക്ട്രിക്കലി വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റുകളുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കറന്റ് എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ഏതാ വരുന്നത്, കറന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആംബിയർ ആണ് അല്ലെ. അപ്പൊ 1 to 3 ആണ് വരുന്നുണ്ടാവുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിൽ ഏതാ വരുന്നുണ്ടാവുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആകുമ്പോൾ വോൾട്ട് ആണ് വരുന്നത് അല്ലെ, അതിന്റെ യൂണിറ്റ് ആയിട്ട് വോൾട്ട് ആണ് എടുക്കുന്നത്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഏതാണ്, ഓം ആണ് അല്ലെ. അപ്പൊ ഇവിടെ കൂളം ഉണ്ട്. കൂളം എന്ന് പറയുമ്പോൾ എന്താണ്, ചാർജിന്റെ യൂണിറ്റ് ആണ് അല്ലെ, ചാർജിന്റെ യൂണിറ്റ് ആണ്
കൂളോം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂണിറ്റുകൾ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ വരുമ്പോൾ 1 എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. 1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി നമ്മൾ ആൻസർ കിട്ടി. ഇപ്പോൾ 1 to 3 അല്ലേ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആൻസർ 1 to 3 ആൻഡ് 2 1 3 2 ആയിട്ട് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1-ന് ഇപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ 1-ന് 3 ആയിട്ട് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണെന്ന് അറിയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം ആ ഓപ്ഷൻ പിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചില നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമുക്ക് 3 ഓപ്ഷൻ ഒഴിവാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ആൻസർ. ആ 4ാമത്തെ ഓപ്ഷനാണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ABCD എന്ന് പറയുന്ന ഓപ്ഷനിൽ 1 3 അതായത് ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ് എന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ABCD ABD എന്ന് പറയുന്ന ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ട നോക്കേണ്ട ആവശ്യം പോലും നമുക്ക് അവിടെ ഇല്ല. 3 നമുക്ക് ഒഴിവാക്കാം. ആ C എന്ന് പറയുന്ന ഓപ്ഷൻ 2ാമത്തെ 3ാമത്തെ ഓപ്ഷൻ നമ്മൾ നോക്കിയിട്ടില്ല എന്നെങ്കിൽ പോലും നമുക്കത് ആൻസർ ആയിട്ട് എടുക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ എടുക്കാൻ പറ്റും പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ആ കൺസെപ്റ്റ് എന്ത് ചെയ്യണം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്തു കിട്ടി ആൻസർ കിട്ടി. 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കൂളോം ചാർജ് ഈസ് ഈക്വൽ ടു ചാർജ് ഓൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ ആ ഒരു ആറ്റത്തിന്റെ കൺസെപ്റ്റിനകത്ത് വരുന്നതാണ് ഒരു കൂളോം ചാർജ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡ്യൂളിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. എന്തൊക്കെ നിങ്ങൾ പഠിക്കണം എന്നുള്ള കൺസെപ്റ്റ് നമുക്കൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കൂളോം ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.24 into 10⁻18 ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുക വരുന്നുണ്ടാവുക കേട്ടോ. ഒരു കൂളോം ചാർജ് എന്ന് പറയുന്നത് ഒരു കൂളോം എന്ന് പറയുന്നത് ചാർജിന്റെ യൂണിറ്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ കൂളോം എന്ന് പറയുന്നത്. ആ ഒരു കൂളോം ചാർജ് എന്ന് പറയുന്നത് 6.24 into 10⁻18 ഇലക്ട്രോൺസ് ആണ് വരുന്നുണ്ടാവുക. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം അവിടെ കൂടുതലായിട്ട് നോക്കാം. ഞാൻ എന്തൊക്കെ നോക്കണം ഈ മൊഡ്യൂൾ 1-നകത്ത് എന്തൊക്കെ നോക്കണം എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താണ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ഓൺ ദ ബേസിസ് ഓഫ് കണ്ടക്റ്റിംഗ് ഈസ്. അപ്പോൾ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ അല്ലേ. കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്ന ഭാഗങ്ങളാണ് നമ്മൾ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിന് നമ്മൾ നോർമലി വിളിക്കുന്ന പേര് കണ്ടക്ടേഴ്സ് എന്നാണ്. കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുക. അറിയുന്നുണ്ടാവും അല്ലേ കണ്ടക്ടേഴ്സ്. ഇലക്ട്രിസിറ്റി കടത്തി വിടാത്ത ഭാഗങ്ങൾ നമ്മൾ എന്താണ് ഇൻസുലേറ്റേഴ്സ് എന്നാണ് വിളിക്കുക അല്ലേ. അപ്പോൾ ഈ കണ്ടക്ടേഴ്സിൽ എത്രത്തോളം കണ്ടക്ടിവിറ്റി ഉണ്ടാവും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു മെറ്റീരിയലിനെ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ നമ്മൾ ഏറ്റവും യൂസ് ചെയ്യുന്നത് ഏതാണ് കോപ്പറാണ് അല്ലേ. എന്നാൽ ഏറ്റവും കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് സിൽവർ ആണ്. അതാണ് ഓപ്ഷനിലൊക്കെ ഉണ്ടോ സിൽവർ ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഏറ്റവും കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് സിൽവർ ആണ്. സെക്കൻഡ് കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കോപ്പർ. അപ്പോൾ എന്തുകൊണ്ട് കോപ്പർ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സിൽവർ വളരെ എക്കണോമിക്കലി കൂടുതലാണ് അല്ലേ. എക്കണോമിക്കലി വളരെ കൂടുതലായിട്ടുള്ള നമുക്ക് നോക്കുകയാണെങ്കിൽ എക്കണോമിക്കൽ കൂടുതലായിട്ടുള്ള ഒരു സാധനമാണ് സിൽവർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോപ്പർ യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത് വരുന്നത് ഏതാണ് ഗോൾഡ് ആണ്. മൂന്നാമത് വരുന്നത് ഗോൾഡ് ആണ് അല്ലേ. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നത് അലുമിനിയം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് സിൽവർ ആണ്, രണ്ടാമത്തത് കോപ്പർ ആണ്, മൂന്നാമത്തത് ഗോൾഡ് ആണ്, നാലാമത്തത് അലുമിനിയം ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ആ ഒരു ഓർഡർ അങ്ങനെയാണ് വരുന്നത്. നമുക്ക് കണ്ടക്ടർ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഈ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കാം. ജസ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ദ റെസിസ്റ്റൻസ് ഓഫ് എ പെർഫെക്റ്റ് ഇൻസുലേറ്റർ ഈസ് ട്ടോ. ദ റെസിസ്റ്റൻസ് ഓഫ് എ പെർഫെക്റ്റ് ഇൻസുലേറ്റർ. അപ്പോൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രിസിറ്റി കടത്തി വിടാത്ത ഭാഗങ്ങളാണ് അല്ലേ. ഈ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ റെസിസ്റ്റൻസിന്റെ കൺസെപ്റ്റ് പഠിച്ചില്ലേ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രിസിറ്റി ഒപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കടത്തി വിടാത്തതായിരിക്കണം. അപ്പോൾ റെസിസ്റ്റൻസ് എന്തായിരിക്കണം വളരെ ഹൈ ആയിരിക്കണം. ഈ ഹൈ എന്ന് പറയുന്ന ഭാഗത്തെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഹൈ ആയിട്ടുള്ളൊരു ഭാഗത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഇതിനകത്തൊരു വേർഡ് ഏതാണുള്ളത് 0 ഉണ്ട്, 1 ഓം, 20 മെഗാ ഓം, ഇൻഫിനിറ്റി. അപ്പോൾ അതിലേത് വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുക ഏറ്റവും ഹൈ എന്നുള്ളത് നമുക്ക് അത്രയും വലിയൊരു വാല്യൂ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ഏതാ വാല്യൂ നമ്മൾ ഇതാക്കുക ഇൻഫിനിറ്റി ആണ് അല്ലേ. അപ്പോൾ ഒരു ഇൻസുലേറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇൻഫിനിറ്റി ആയിരിക്കും കേട്ടോ. ഒരു കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കണം ശരിക്കും നല്ലൊരു കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കണം 0 ആയിരിക്കണം എന്നാണ് പറയാ. എല്ലാ കണ്ടക്ടറും 0 ആയിട്ടല്ല വരിക. അത് നമുക്ക് എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് പറയാം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
ഫ്രം ദ ഗിവൺ ഓപ്ഷൻ സെലക്ട് ലിസ്റ്റ് ഓഫ് ഇൻസുലേറ്റർ. ഏതാണ് ഇൻസുലേറ്റർ എന്നാണ് പറഞ്ഞത്? ഗോൾഡ്, സിൽവർ, കോപ്പർ, ഗോൾഡ്, ഗ്ലാസ്, പേപ്പർ, അലുമിനിയം, സിലിക്കൺ, ഗ്ലാസ്, അയൺ, മൈക്ക, വുഡ്, പേപ്പർ കേട്ടോ. അപ്പോൾ ഗോൾഡ് നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഒരു കണ്ടക്ടർ ആണെന്ന് അറിയാം, അതുകൊണ്ട് ഓപ്ഷൻ എ വരില്ല. ഗ്ലാസ്, പേപ്പർ, അലുമിനിയം ഒരു കണ്ടക്ടർ ആണെന്ന് അറിയാം, അതുകൊണ്ട് ഓപ്ഷൻ ബി വരില്ല. സിലിക്കൺ, ഗ്ലാസ്, അയൺ വരുന്നത്, അയൺ ഒരു കണ്ടക്ടർ ആണ്, അതുകൊണ്ട് ഓപ്ഷൻ സിയും വരില്ല. പിന്നെ അവിടെ എന്തേ ഉള്ളൂ, മൈക്ക, വുഡ്, പേപ്പർ കേട്ടോ. മൂന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഇൻസുലേറ്റർ ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കണ്ടോ ആ ഓപ്ഷൻ എയും ബിയും സിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, റിമൂവ് ചെയ്യാൻ പറ്റി അല്ലേ. അതുകൊണ്ട് ഓപ്ഷൻ ഡി നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ആസ് പെർ ഓംസ് ലോ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ലോ ആണ് ഇതിനകത്ത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ കറണ്ടും വോൾട്ടേജും റെസിസ്റ്റൻസും മൂന്നും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ലോ ആണ് ശരിക്കും ഓംസ് ലോ എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ലോ ആണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ആസ് പെർ ഓംസ് ലോ കറണ്ട് ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറണ്ട് എന്ന് പറയുന്നത് ഐ, ഓംസ് ലോ പ്രകാരം കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും, ആൻഡ് റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഓംസ് ലോ എന്ന് പറയുന്ന സാധനം. കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനും എന്നാൽ റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനും. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അത് അല്ലേ. എന്താ നമ്മൾ പറഞ്ഞത്, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം എന്ത് കൂടും, കറണ്ട് കൂടും. ഈ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, റെസിസ്റ്റൻസ് എത്രത്തോളം കൂടുന്നോ അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും, കുറയും. റെസിസ്റ്റൻസ് എത്രത്തോളം കുറയുന്നോ കറണ്ട് എത്രയും എന്ത് ചെയ്യും, കൂടും. ഇതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഓംസ് ലോക്ക് അകത്തും വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി നോക്കാം. ഓക്കെ, അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് എന്ന് പറയുന്നതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. അതൊക്കെ ജസ്റ്റ് നമ്മൾ എങ്ങനെ ആ ഒരു മൊഡ്യൂൾ 1 വരുന്നു എന്നുള്ളത് നോക്കുകയാണെ. നമുക്ക് അങ്ങനെ നമ്മളിത് പഠിച്ച ഭാഗമല്ല നമ്മൾ, പക്ഷെ എന്താണ് എങ്ങനെ മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ള ഭാഗം മാത്രമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇലക്ട്രിക് കറന്റ് ഈസ് എ സ്കാലർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി, സംടൈംസ് സ്കാലർ ആൻഡ് സംടൈംസ് വെക്ടർ നമ്പേഴ്സ് ഓൺലി. ഇലക്ട്രിക് കറന്റ് നമ്മൾ പറഞ്ഞു ഡെഫിനിറ്റ് ഡയറക്ഷൻ ഒക്കെ വെച്ച് പറയേണ്ട സാധനം അല്ലേ. പക്ഷേ ഡെഫിനിറ്റ് ഡയറക്ഷൻ പറയുമ്പോൾ അത് എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കണം, വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കണം. പക്ഷേ ഓർത്ത് വെക്കുക, ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി അല്ല. കാരണം വെക്ടർ ഓൾജബ്ര എന്ത് പറയത്തില്ല, ഇലക്ട്രിക് കറന്റിന്റെ കാര്യത്തിൽ എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അതുകൊണ്ടാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് ഇലക്ട്രിക് കറന്റിനെ എടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. എന്ത് പറ്റില്ല എന്നാണ്, വെക്ടർ ഓൾജബ്ര എന്ത് ചെയ്യില്ല, ഇലക്ട്രിക് കറന്റിന്റെ കാര്യത്തിൽ എടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, സ്കാലാർ ക്വാണ്ടിറ്റി ആയിട്ട് പറയുന്നത് കേട്ടോ. ഡെഫിനിഷൻ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വെക്ടർ ക്വാണ്ടിറ്റി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യും, വെക്ടർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വെക്ടർ ഓൾജബ്ര ആയിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ദ ഒപ്പോസിഷൻ ഓഫേർഡ് ടു ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഓർ കറന്റ് ഫ്ലോ ഈസ് നോൺ ആസ് ഇലക്ട്രിക് റെസിസ്റ്റൻസ്, കറന്റ്, വോൾട്ടേജ് ആൻഡ് നൺ ഓഫ് ദീസ് അല്ലെ. ഒപ്പോസിഷൻ നമ്മൾ എന്താ പറഞ്ഞത്, ഇലക്ട്രിക് റെസിസ്റ്റൻസ് ആണ് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു പോയിന്റ് കിട്ടി അല്ലെ. ദ ഒപ്പോസിഷൻ ഓഫേർഡ് അവിടെ തന്നെ നമുക്ക് കിട്ടി, ഇലക്ട്രോൺസിന്റെ ഫ്ലോ അല്ലെങ്കിൽ കറന്റിന്റെ ഫ്ലോന് ഒപ്പോസിഷൻ എന്താണ്, ഇലക്ട്രിക് റെസിസ്റ്റൻസ് ആയിരിക്കും. കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഫ്ലോ ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ആ ഫ്ലോ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഇലക്ട്രോൺസിന് കൊടുക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസിന്റെ ഓപ്പൺ സർക്യൂട്ട് എന്നാണ് ചോദിച്ചത്. ഈ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ ഒരു സ്വിച്ച് ഉണ്ട് അല്ലെ. ഈ സ്വിച്ച് എന്ന് പറയുന്ന സാധനം നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സ്വിച്ച് നമ്മൾ ഇതാക്കുന്ന സമയത്താണ് നമുക്ക് ആ ബൾബ് കത്തുന്നത്. ഇപ്പൊ സ്വിച്ച് ഓൺ ആക്കി ഇടാത്തോളം കാലം ആ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. അത് അതിലൂടെ എന്ത് ചെയ്യുന്നില്ല, കറണ്ട് ഫ്ലോ നടക്കുന്നില്ല. അപ്പൊ സ്വിച്ച് ഓപ്പൺ ആക്കി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും അല്ലെ. ഓപ്പൺ അതിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ലല്ലോ. കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഹൈ എന്നല്ല എഴുതേണ്ടത്, വളരെ ഹൈ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫിനിറ്റി എന്ന് എഴുതാം. സർക്യൂട്ടിനകത്ത് നമ്മളത് പഠിക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നമ്മൾ പഠിച്ച കൺവെൻഷണൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ്. കൺവെൻഷണൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് അല്ലെ. സാധാരണ നമ്മൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് എന്ത് ചെയ്യുന്നത്, ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് പറയുന്നത്. എന്നാൽ ഇലക്ട്രോൺസ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം, നെഗറ്റീവ് ടു ഇലക്ട്രോൺസ് ആണെങ്കിൽ നെഗറ്റീവ് ടു പോസിറ്റീവ് എന്നും പറയാം കേട്ടോ. അപ്പോൾ പോസിറ്റീവ് ടു ഇലക്ട്രോൺ ആണ് നെഗറ്റീവ് ആണ് എന്ത് ചെയ്യുന്നത്, കൺവെൻഷണൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ഫേസ് ടു ന്യൂട്രൽ ആൻഡ് ന്യൂട്രൽ ടു ഫേസ് എന്ന് പറയുന്നുണ്ട്.
പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്യില്ല, പോസിറ്റീവ് നെഗറ്റീവ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺവെൻഷണൽ ഫ്ലോ പറയുക. അതുകൊണ്ടാണ് അതന്നെ നമുക്ക് ഓപ്ഷൻ എ തന്നെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിക്കാവുന്നതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്ത് തരാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഒന്നും കൂടി പറയുന്നു, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ബേസിക് ഇലക്ട്രിസിറ്റി ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. വളരെ ബേസ് ആയിട്ട് നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഡിപ്ലോമയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ ഇല്ല, ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബാക്കിയുള്ള പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്. അതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിന്റെ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ എടുത്താൽ മതി എന്ന് മാത്രം കേട്ടോ. ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.